കണ്ടില്ലെങ്കിൽ ഒരു നഷ്ടം തന്നെയാണ്. അത് മാത്രമേ പറയാനുള്ളൂ. തീർച്ചയായിട്ടും മലയാളികൾ കാണേണ്ട ഒരു സിനിമയാണ്. മലയാളികളുടെ പൊതുബോധത്തിൽ വിഷം കുത്തിവെക്കാൻ ശ്രമിച്ച സംഭവം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. സബർമതി റിപ്പോർട്ട് എന്ന ഈ സിനിമയിലൂടെ മലയാളികൾ സത്യം മനസ്സിലാക്കി. ഹിന്ദുക്കൾക്ക് വേണ്ടി സംസാരിക്കുന്നത്, ഹിന്ദുക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് തീവ്രവാദമാണെങ്കിൽ ഏറ്റവും വലിയ തീവ്രവാദി ഞാനാണ്. മനസ്സിലായി? കാരണം അത്രയും അസ്ഥി കൊണ്ട് നടക്കുന്നത് എൻ്റെ ആൾക്കാർ എന്ന് വെച്ച് മറ്റു മതസ്ഥർക്ക് നമുക്ക് ഇഷ്ടക്കേടോ പിണക്കോ ഒന്നുമില്ല. പക്ഷേ ഗോത്രയിലെ കുറച്ച് ആൾക്കാർക്കുണ്ടായ അവരവിടെ അത്രയും കഷ്ടത അനുഭവിച്ചു മരിച്ചു എന്നുള്ളതല്ല, ഭാരതത്തിന് മുഴുവൻ പുള്ളിയൊരു ഇൻസിഡൻ്റാണ്. എമ്പുരാൻ കാണണമെന്ന് തോന്നിയില്ല എന്നുള്ളതാണ്. നല്ല ചിത്രമാണ്. അതിൻ്റെ യഥാർത്ഥ വസ്തുതകളും കാര്യങ്ങളെല്ലാം വ്യക്തമായി ചിത്രീകരിച്ചിട്ടുണ്ട്. സിനിമ കണ്ട് നിങ്ങളോട് സംസാരിക്കുമ്പോഴും എത്ര ഭയാനകമായിരുന്നതാണ് യാഥാർത്ഥ്യങ്ങൾ ഇപ്പോഴെങ്കിലും ജനങ്ങളെ കുറെ അറിയിക്കാൻ കഴിയുന്ന സിനിമ. സത്യത്തെ സത്യമായിട്ട് കാണിക്കുന്ന സിനിമ. തത്വമയിക്ക് ഒരുപാട് അഭിനന്ദനങ്ങൾ. ഈ പ്രത്യേകിച്ച് എമ്പുരാൻ എന്ന സിനിമ നമ്മുടെ വ്യാജ റിപ്പോർട്ടും വ്യാജ കാര്യങ്ങളും കാണിച്ച ആ സമയത്ത് നന്നായി ആ സിനിമയുടെ ഗോത്ര യഥാർത്ഥ സംഭവം കാണിച്ചതിൽ വളരെ നന്ദി. തത്വമയിക്ക് അഭിനന്ദനങ്ങൾ. നല്ല പടം. കണ്ടില്ലെങ്കിൽ ഒരു നഷ്ടം തന്നെയാണ്. അത് മാത്രമേ പറയാനുള്ളൂ. തീർച്ചയായിട്ടും മലയാളികൾ കാണേണ്ട ഒരു സിനിമയാണ്. കാരണം ഇതിൻ്റെ യഥാർത്ഥ വസ്തുതകൾ മലയാളികൾക്ക് ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. അത് തീർച്ചയായിട്ടും ഇത് വളരെ പ്രയോജനം ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ സിനിമ ധാരാളം കാണാറുണ്ട്. പക്ഷേ ഈ ഒരു സിനിമ കണ്ടിട്ട് എനിക്ക് അവസാനമല്ലേ ആ സിനിമ കണ്ടിട്ട് അവസാനം നടക്കുന്ന പേരുകൾ എഴുതി കാണിക്കുന്ന സമയത്ത് പോലെ ഒരാളവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നില്ല. അത്രയും വികാരം കൊണ്ട് നമ്മളവിടെ ഇരുന്ന് പോകുകയാണ്. ഈ സബർമതിയിലെ ഗുജറാത്തിൽ നടന്ന യാഥാർത്ഥ്യം എന്താണെന്ന് നമുക്ക് കൂടുതൽ മനസ്സിലാവും. നമ്മുടെ ആ മനസ്സിൻ്റെ വിങ്ങല് സിനിമ കണ്ട് നിങ്ങളോട് സംസാരിക്കുമ്പോഴും എത്ര ഭയാനകമായിരുന്നതാണ് യാഥാർത്ഥ്യങ്ങൾ ഇപ്പോഴെങ്കിലും ജനങ്ങളെ കുറെ അറിയിക്കാൻ കഴിയുന്ന ഇതിനു വേണ്ടി ശ്രമിക്കുന്നവർക്ക് പ്രണാമം. തത്വമയ്ക്ക് അഭിനന്ദനം. പുതിയ നറേറ്റീവുകൾ സൃഷ്ടിച്ച് മലയാള സിനിമയിലൂടെ, അതായത് പുതിയ ഒരു വിവാദമായ സിനിമയിലൂടെ മലയാളികളുടെ പൊതുബോധത്തിൽ വിഷം കുത്തിവെക്കാൻ ശ്രമിച്ച സംഭവം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. സബർമതി റിപ്പോർട്ട് എന്ന ഈ സിനിമയിലൂടെ മലയാളികൾ സത്യം മനസ്സിലാക്കി. തത്വമയിയുടെ ഈ പരിശ്രമത്തെ അഭിനന്ദിക്കുന്നു. കൊള്ളാം. ഇതിന് കുറേയൊക്കെ കഥ അറിയാം. ബിക്കോസ് ഇറ്റ്സ് എ ട്രൂ ഇൻസിഡൻറ്റ്. ഈ നല്ലൊരു ഇതായി ലൂസിഫർ അല്ല എമ്പുരാൻ്റെ കൂട്ടത്തിൽ നിങ്ങളിത് കാണിച്ചത്. സോ ദാറ്റ് എമ്പുരാൻ കാണുന്നതിന് മുമ്പ് ആൾക്കാർ ഇത് കണ്ടില്ലെങ്കിൽ അത് കണ്ടതിന് ശേഷം കാണുകയാണെങ്കിലും ഒരു റിയൽ ഇൻസിഡൻറ്റ് എന്താണ് അവിടെ നടന്നതെന്ന് അറിയാൻ പറ്റും. താങ്ക്സ് എ ലോട്ട് ഫോർ രാജേഷ് ആൻഡ് കമ്പനി. ഞാൻ സത്യം പറഞ്ഞാൽ ഈ ഗോത്രയുടെ ഇൻസിഡൻറ്റ് നടക്കുന്ന സമയത്ത് ഞാനൊന്നൊരു ബിരുദാനന്തര PG സ്റ്റുഡൻ്റാണ്, പോസ്റ്റ് ഗ്രാജുവേഷന് പഠിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ അവിടെ ഉണ്ടായ ഒരു ഇൻസിഡൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോത്രയിലെ കുറച്ച് ആൾക്കാർക്കുണ്ടായ അവരവിടെ അത്രയും കഷ്ടത അനുഭവിച്ചു മരിച്ചു എന്നുള്ളതല്ല, ഭാരതത്തിന് മുഴുവൻ പുള്ളിയൊരു ഇൻസിഡൻ്റാണ്. കാര്യം അത് അങ്ങനെയാണ് നമുക്കെല്ലാം വേദനയുണ്ടായത്. ഇന്ന് എൻ്റെ മൂത്ത മകൾക്ക് അന്നത്തെ എൻ്റെ ഏകദേശം പ്രായമാണ്. ഞാനിപ്പോൾ ശരിക്കും അവരെയും കൂട്ടിക്കൊണ്ടാണ് അത് കാണാൻ വന്നത്. എന്താണത് ഉണ്ടായെന്നുള്ളത് അന്ന് അവർ ജനിച്ചിട്ടില്ല. പിന്നെ അവരത് അറിയണമല്ലോ. തിരിച്ചത് റിലീവ് ചെയ്തപ്പോൾ വല്ലാത്തൊരു ഫീലിംഗ് ആയി. എമ്പുരാൻ കാണണമെന്ന് തോന്നിയില്ല എന്നുള്ളതാണ്. പക്ഷെ അതെന്താണ് അതിനകത്ത് പോർട്രേ ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് അറിയില്ല. പക്ഷെ കണ്ടവർ പറഞ്ഞത് തന്നെ ധാരാളമായിട്ട് തോന്നി. അപ്പോൾ ഇതിൽ സബർമതി റിപ്പോർട്ട് കണ്ടതായിരുന്നില്ല. പക്ഷെ അതിപ്പോൾ തത്വമയി TV അതിനൊരു ചാൻസ് തന്നു. ഭയങ്കര ഫീലിംഗ് ആയിരുന്നു. എന്നുവെച്ചാൽ ശരിക്കും അവിടെ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് എനിക്ക് തോന്നുന്നത് കൂടുതൽ പ്രേക്ഷകരിലേക്ക് എത്തേണ്ടതുണ്ട്. എമ്പുരാൻ എത്രത്തോളം പേരിലേക്ക് എത്തിയോ അതിലും കൂടുതൽ പേരിലേക്ക് സബർമതി റിപ്പോർട്ട് എത്തേണ്ടതുണ്ട്. വളരെ നല്ല സിനിമയായിരുന്നു ശരിക്കും. ഗൂസ് ബംസ്. അപ്പോൾ വീണ്ടും പറയാണ്, തത്വമയി TVക്ക് ഒരിക്കൽ കൂടി ഭയങ്കര ഒത്തിരി നന്ദിയുണ്ട്. കൂടുതലൊന്നും പറയാനില്ല, ഇത് തന്നെ. കൂടുതൽ സംസാരിക്കാൻ വയ്യ സത്യത്തിൽ. കുറച്ച് കൂടുതൽ ഇമോഷണലാണ് ഞാൻ. ഞാനൊരു ആക്ടറാണ്. ഫിലിം സീരിയൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നതാണ്. ഇതിൽ എനിക്ക് തോന്നിയ ഒന്ന് രണ്ട് കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പടം ചെയ്യുമ്പോൾ ഇതിന് കൂടുതൽ ഹിന്ദുസിലേക്ക് എത്തിക്കാനുള്ളൊരു സംവിധാനം ഉണ്ടാക്കണം. കാരണം അത് മാത്രം പോരാ. ഇപ്പം നമ്മൾ ഇന്നിപ്പോൾ കണ്ട സിനിമയിൽ എത്ര പേർക്ക് അത് ഇപ്പോൾ ഐ ക്യാൻ ടോക്ക് ഇൻ ഇംഗ്ലീഷ്, ഐ ക്യാൻ ടോക്ക് ഇൻ ഹിന്ദി,
പക്ഷേ അതേപോലെ മലയാളത്തിൽ ഒരു സബ് ടൈറ്റിലും കൂടെ ഉണ്ടായിരുന്നുവെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം അപ്പോൾ കുറച്ചും കൂടെ അത് ഇപ്പോൾ എനിക്കത് കറക്റ്റായിട്ട് കാര്യം ശരിക്കും ഗൂസ് ബംസ് ആണ്. ഹിന്ദുക്കൾക്ക് വേണ്ടി സംസാരിക്കുന്നത്, ഹിന്ദുക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് തീവ്രവാദമാണെങ്കിൽ ഏറ്റവും വലിയ തീവ്രവാദി ഞാനാണ്. മനസ്സിലായി? കാരണം അത്രയും അസ്ഥി കൊണ്ട് നടക്കുന്നത് എൻ്റെ ആൾക്കാർ എന്ന് വെച്ചാൽ മറ്റു മതസ്ഥരോട് നമുക്ക് ഇഷ്ടക്കേടോ പിണക്കോ ഒന്നുമില്ല. പക്ഷേ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം എന്താ, ഞാൻ ഓൾ ഓവർ ഇന്ത്യ യാത്ര ചെയ്തിട്ടുള്ള ഒരാളാണ്. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിന്ദുക്കൾ ഒരിക്കലും അങ്ങോട്ട് അറ്റാക്ക് ചെയ്യാൻ ചെല്ലുന്നില്ല. നമ്മളെ ചവിട്ടാൻ വരുമ്പോഴാണ് അവൻ്റെ വീട്ടിൽ കയറി പണി കൊടുക്കുന്നത്. പ്രത്യേകിച്ച് ഈ കഴിഞ്ഞു പോയ സത്യങ്ങൾ വാസ്തവം കാണിക്കുമ്പോൾ അതിലൊരു മലയാളം സബ് ടൈറ്റിലും കൂടെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. എല്ലാം നന്നായി വരട്ടെ. തത്വമസി ഇത് മുൻകൈയെടുത്ത് ചെയ്തതിൽ വളരെ സന്തോഷം. വെരി പ്രൗഡ് ഓഫ് യു. വളരെ സന്തോഷം. നല്ല ചിത്രമാണ്. അതിൻ്റെ യഥാർത്ഥ വസ്തുതകളും കാര്യങ്ങളെല്ലാം വ്യക്തമായി ചിത്രീകരിച്ചിട്ടുണ്ട്. അത് ആരും രാഷ്ട്രീയ പക്ഷം പറഞ്ഞതല്ല, നമ്മുടെ നിയമവ്യവസ്ഥകളിലും നമ്മളെ ഹൈക്കോടതിയും സുപ്രീം കോടതിയൊക്കെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. എന്താണ് സംഭവിച്ചതെന്നുള്ളത് ഒരു ദൃശ്യത്തിലൂടെ ഞാൻ കാണിച്ചിരിക്കുന്നു, അത്രേ ഉള്ളൂ. അത് വേറെ ആരുടെയും ഒരു പക്ഷം ചേർന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ചിത്രമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. നമ്മളെ ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞത് എന്താണോ അത് ചിത്രീകരിച്ചിരിക്കുന്നു. സത്യത്തിൽ എന്താ പറയാന്നറിയില്ല. കാരണം എന്താ വെച്ചാൽ ഇത് സത്യം പുറത്ത് വന്നിട്ടില്ല. ആക്ച്വലി മലയാളികൾ മനസ്സിലാക്കിയിട്ടില്ല. ഏറ്റവും വലിയ പ്രശ്നം അതാണ്. കാരണം എൻ്റെ അഭിപ്രായത്തിൽ ഇത് മലയാളത്തിൽ റീമേക്ക് ചെയ്തിട്ട് നമ്മുടെ നാട്ടിലെല്ലാം മലയാളം കാണിച്ചു കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അതാണ് എൻ്റെ അഭിപ്രായം. സത്യസന്ധമായ അഭ്രപാളികളിൽ അസംബന്ധം വിളമ്പിയാൽ സ്ക്രീനിൽ തന്നെ ശക്തമായ പ്രതിഷേധമുണ്ടാവും. ഗോദ്രയിലെ ആ ട്രെയിൻ കത്തിയതല്ല, കത്തിച്ചതാണ്. ദേശവിരുദ്ധതയെയും തീവ്രവാദത്തെയും കൂട്ടക്കൊലയെയും ഒക്കെ മഹത്വവൽക്കരിച്ചാൽ ദേശസ്നേഹികളുടെ രക്തം തിളയ്ക്കും. അതാണ് ഇന്ന് തിരുവനന്തപുരത്ത് കണ്ടത്. സത്യത്തിൽ ഞങ്ങളുടെ ഈ പ്രഖ്യാപനം വന്ന് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ആദ്യ ഷോയുടെ ടിക്കറ്റുകളെല്ലാം ബുക്ക് ചെയ്യപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ ധാരാളം ആൾക്കാർ വീണ്ടും ഈ പ്രത്യേക ഷോയിൽ പങ്കുകൊള്ളണം എന്ന് അറിയിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇതേ സ്ക്രീനിൽ തത്വമയി പ്രത്യേക പ്രദർശനം, ദി സബർമതി റിപ്പോർട്ടിൻ്റെ പ്രത്യേക പ്രദർശനം ഒരുക്കുകയാണ്. തിരുവനന്തപുരത്ത് നിന്നും തത്വമയി ന്യൂസിന് വേണ്ടി കുമാർ സംയോഗി. ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ, ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം, ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്, തീർത്ഥയാത്ര.com, അയൺ ബിൽഡ് ഗുജറാത്ത്, PRS ഹോസ്പിറ്റൽ കിള്ളിപ്പാലം തിരുവനന്തപുരം. 5 തലമുറകളായി നിങ്ങൾക്കൊപ്പം. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം, അമ്പലക്കടവ്, പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18 പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.